ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നവി ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ. ഒരു ടോപ്പ് ഏതാണ്ടെല്ലാം മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാവേ. ആദ്യം തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളൊരു 10 മണിയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു. നമുക്ക് അലോ ചെയ്തിരിക്കുന്ന ടൈം 11 മണി വരെയാണ്. അതിനുള്ളിൽ അക്കോമഡേഷനിൽ കയറണമേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സൈഡിൽ നിന്ന് ഒരുങ്ങുന്നുണ്ട്. നവി ചേച്ചി സൈഡിൽ നിന്ന് എന്നോട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. ഇന്ന് ഡ്യൂട്ടിക്കിടയിൽ നടന്ന കാര്യങ്ങളും ഒക്കെ ഞാനും അതൊക്കെ തന്നെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വിളിച്ച വിശേഷങ്ങളും ഒക്കെ പറഞ്ഞാണ് കേട്ടോ ഒരുങ്ങുന്നത്. അതിനുശേഷം ഞാൻ വേണ്ടേ സിമ്പിളായിട്ടാണ്, കാരണം രാത്രിയാണ്, പിന്നെ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും നിന്നില്ല. കണ്ണെഴുതി പൊട്ടും തൊട്ടിച്ചിരി ലിപ്സ്റ്റിക് ഇട്ടു കേട്ടോ. പിന്നെ എന്താ പറയുക, മുടിയെല്ലാം ഒന്ന് പാർട്ടീഷൻ എടുത്തൊന്ന് കെട്ടി. കാരണം ചൂടാണ്, ഞാൻ പറഞ്ഞല്ലോ, നല്ല ചൂടായതുകൊണ്ട് നമുക്ക് മുടി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി കെട്ടി വെക്കുന്നതാണ് ഇത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഇങ്ങനെ തന്നെയാണ് മുടി കെട്ടി വെക്കാറുള്ളത്. അപ്പം നവി ചേച്ചി സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, എടി ഇങ്ങനെ മുടി കെട്ടുണ്ടെടി, ഭയങ്കരമായിട്ട് മുടി ഇങ്ങനെ പരന്നിരിക്കുക. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ മുടി കെട്ടി വെക്കുന്നത്. ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് നെറ്റി കയറും, ഭയങ്കര വൃത്തികേടാന്ന് പറയും. പക്ഷെ എനിക്കിതാണൊരു ചില സമയത്തൊരു കംഫർട്ട്. പിന്നെ ഒത്തിരി വട്ടം നെഗറ്റീവ് പറയുമ്പോൾ അതും പോകും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സിന്ദൂരം ഒന്ന് തൊട്ട്, കാരണം അവിടെ ആ പാടുള്ളത് കൊണ്ട് എനിക്ക് ആ കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇച്ചിരി ഒരു റെഡിഷിന് വേണ്ടിയിട്ട് തൊട്ടു. ഞാൻ തുടച്ച് കളയും, അത് വേറെ വിഷയം. പിന്നെ ഞാനിപ്പോൾ റൂമിലോട്ടോടെ ഇച്ചിരി പൗഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വാസലിൻ തേച്ചത് കൊണ്ട് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇച്ചിരി പൗഡർ ഇട്ടത്. അതിന് ശേഷം ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ഈ ടോപ്പ് എനിക്ക് ലൂസായി, ഞാൻ അതാണ് പറയുന്നത്. പിന്നെ ഇതിന് എവിടെയോ ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. അറിയില്ല എന്ത് പറ്റിയെന്ന് എനിക്ക് തോന്നിയതാവാം. അതിനുശേഷം ഞാൻ ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തു. നവി ചേച്ചിനെ കൊണ്ട് ഞാൻ ഫോട്ടോ എന്ന് പറഞ്ഞ വീഡിയോ ആണ് എടുപ്പിച്ചത് കേട്ടോ. അതിനെല്ലാം ശേഷം നവി ചേച്ചിനെ കൊണ്ട് തന്നെ ഒരു സ്ലോമോ എടുപ്പിച്ചു, കാരണം ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. അതിനുശേഷം താഴെ വന്നു. സനു ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഉറങ്ങുന്നതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന ടൈം കൊണ്ട് ഉറങ്ങിപ്പോകുവേ, അതുകൊണ്ട് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അതിനുശേഷം കടയിലേക്ക് വന്ന് കുറച്ച് ജുംകാസൊക്കെ നോക്കി. നമ്മുടെ കയ്യിലുള്ളതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ആയിരുന്നു ഇവിടെയും കിടന്നത്. അതുകൊണ്ട് നമ്മൾ വെറൈറ്റിയാണ് നോക്കിയത്. നമുക്ക് ആ ഒരു എന്താ പറയുക, ഗോൾഡൻ കളറിലൊരു ജുംക്കയാണ് ഇഷ്ടപ്പെട്ടത്. എന്താ ആ സിൽവറിൻ്റെ വേറൊരു ഇതിൻ്റെ തന്നെ ഒരു ഗോൾഡനാണ് എടുത്തത്. അതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ഒരു ഐസ്ക്രീം എടുത്തു. മിൽക്ക് പ്ലസ് കോഫിയുടെ ഒരു ഐസ്ക്രീം ആയിരുന്നു ഇത്. പക്ഷേ നഷ്ടമായിരുന്നു, വേറൊരു അങ്കിളായിരുന്നു. അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ട് തരുവേ. അങ്ങനെ വേഗം ഐസ്ക്രീം എല്ലാം മേടിച്ച് ഞങ്ങൾ റൂമിലേക്ക് നടന്നേ. ഒത്തിരി ഇരുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ നടന്ന് റൂമിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ അതേൻ്റെ ലിഫ്റ്റിലെല്ലാം കയറി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. അപ്പോൾ ടാറ്റ ബൈ ബൈ.